എങ്ങനെ പീഡിപ്പിച്ചു? It's very bad. I'm telling you, police സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം, അവിടെ പോയി പോലീസ് കേസ് ആക്കണം. ഇത് ഫോളോ അപ്പ് ചെയ്യണം ജാനു. കാര്യങ്ങളുണ്ടും ഇതൊരു പീനസ് സൈസ് ഇതൊരിക്കലും അവരുടെ ഒന്നിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ. ഇപ്പം നമ്മൾ സ്ത്രീകളിൽ തന്നെ ബ്രസ്റ്റ് സൈസ് ചിലവർക്ക് ചെറുതായിരിക്കും, ചിലവർക്ക് വലുതായിരിക്കും. ഇതൊന്നും ഒരു തരത്തിലും ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ചിലവർക്ക് ഇതുപോലെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഡിസ്കഷനിൽ എത്താണ്ട് പോയൊരു ടോപ്പിക്കാണോ ഇത് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതാ. എനിക്ക് തോന്നുന്നു രേണുസുതിയുടെ ഒരു ക്യാൻസർ വിഷയത്തിൻ്റെ സമയത്താണ് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്ക് അസ്ലാമേരി സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. എന്നാൽ 2, 3, 4 പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാലും വലിയൊരു ഡിസ്കഷനിലോട്ട് പോയിട്ടില്ല. ഈ 2 ടോപ്പിക്കും ഇന്നലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കൈസ് എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ ഞാൻ കാണാനിടയായത്. അപ്പം ഈ 2 ടോപ്പിക്കും എടുത്ത് സംസാരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കൊണ്ടാണ് ഇത്ര ലേറ്റായിട്ടും ഞാൻ എടുത്ത് സംസാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ സോഷ്യലി റെലവൻ്റായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം 2 പേരും കടന്നു പോയത് ഒരേ തരത്തിലുള്ള സിറ്റുവേഷനാണ്. അതിൻ്റെ ഒരു വേറെ വേർഷൻ, ഒന്ന് മീഡിയയിൽ കൂടെ ഉള്ള വേർഷൻ ആണെങ്കിൽ ഒന്നൊരു ഡയറക്റ്റ് ആയിട്ടുള്ള വേർഷൻ. ആൻഡ് ഈ 2 വേർഷനും ഇന്നും കറൻ്റ്ലി സൊസൈറ്റിയിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. എന്നാൽ ഇത്രയൊക്കെ കാലമായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു, പല നിയമങ്ങൾ വന്നു, പല ചർച്ചകൾ വന്നു, ഡിബേറ്റുകൾ വന്നു, ഡിസ്കഷൻ വന്നു. എന്നിട്ടും ഈ തരത്തിലുള്ള കാര്യത്തിനൊന്നും ഒരു അവസാനമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു അവസാന സ്റ്റേജ് ഓഫ് സ്റ്റെപ്പ് എടുക്കേണ്ടത് ആരാണോ ഇത് ഫേസ് ചെയ്തത് ആ കാറ്റഗറി ഓഫ് വ്യക്തികളാണ് എന്നാണ് തോന്നുന്നത്. അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് 2 കേസസ് ആണ്. ആദ്യത്തെ കേസ് ജാൻമണി നേരിട്ടിട്ടുള്ള ഒരു അബ്യൂസ്. ആൻഡ് സെക്കൻഡ് തിങ്, സോഷ്യൽ മീഡിയയിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓഫ് കോഴ്സ് ദിസ് അസ്ലാമേരി. എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന എൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരിൽ ഉള്ള ഒരാളാണ്. ആളുടെ മെയിൻലി ആൾ MSW ആണ്, ഞാൻ പഠിച്ച അതേ കോഴ്സാണ്. എൻ്റെ ആൾ ഫോളോ ചെയ്യുന്ന സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ടോപ്പിക്കാണ്. അധികം പേര് എടുത്ത് സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ്. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ബാക്ക് ടു ട്രാക്കിലോട്ട് ഇട്ട് തുടങ്ങി, വ്ളോഗിൽ നിന്നൊക്കെ ഒരു റെസ്റ്റ് എടുത്തിട്ട്. അപ്പം അങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ട സമയത്ത് ആൾ നേരിട്ട കമൻറ്റും അതിന് കൊടുത്തിട്ടുള്ളൊരു റെസ്പോൺസും. സോ നമുക്ക് എൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഫേസ് ചെയ്തത് എന്നുള്ളത് ആൾ പറയുന്നുണ്ട്. ഇനി ആളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതിലും കൂടുതൽ ആളെ വെൽ നോൺ ആക്കിയത് ബിഗ് ബോസിൽ വന്നതോടുകൂടിയാണ്. ബിഗ് ബോസിലെ യാത്ര എന്തായിരുന്നു, ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതിനുശേഷം ആൾ പുറത്തിറങ്ങി ആളെ വൈറലാക്കിയത് മേ ബി ആളുടെ ഒരു സോങ് ആയിരിക്കാം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ല സ്പേസ് ഉള്ളൊരു വ്യക്തി. പിന്നെ ജാൻമണിയെ റിലേറ്റ് ചെയ്തൊരു കോൺട്രവേഴ്സി വന്നത് ഹെലൻ ഹൗസ് പാട്ടേനോട് സംസാരിച്ചതും അതിനുശേഷം ഹെലനെ വിളിച്ചൊരു സോറി പറഞ്ഞിട്ട് ആ ടോപ്പിക് ഒഴിവാക്കിയതും. പിന്നെ ഇപ്പോൾ വന്നതാണ് ഇത് രഞ്ജിനി ഹരിദാസിൻ്റെ യൂട്യൂബ് ചാനൽ വന്ന. രഞ്ജിനി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പണ്ടേ പറയുന്നതാണ്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണെങ്കിൽ മാതാവ് രഞ്ജിനിയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രോള്. അപ്പോൾ നമുക്ക് ആദ്യം ജാൻമണി അനുഭവിച്ച എക്സ്പീരിയൻസ് ആള് പറയുന്നു കേൾക്കാം. എന്താണ് ഹോട്ട് ന്യൂസ്? Hot news, ഇന്നലെ എനിക്ക് ഒരാളെ പീഡിപ്പിച്ച്. നീ ഒരാളെ പീഡിപ്പിച്ചോ? No, പീഡിപ്പിച്ച്. Like somebody has a... You pീഡിപ്പിക്കൽ fight somebody? No, somebody has... പീഡിപ്പിക്കൽ fight you? ആരാണ് എന്റെ ജാൻമണിയെ പീഡിപ്പിച്ചേ? എങ്ങനെ പീഡിപ്പിച്ചു? It's very bad. Janu, who touched my ജാൻമണി? ആരാണ് എന്റെ ജാനുവിനെ? ഒരു കലവൻ. ജാൻ, are you serious? Seriously, I'm saying. Yeah, I gave very nicely one slap and I called his wife. The auntie, I said, എങ്ങനെയാണ് നിങ്ങൾ ഈ ആളുടെ കൂടെ ജീവിക്കുന്നത് ചോദിച്ചു. ഇതാരാ? He has a granddaughter. എനിക്ക് വാക്കുകളില്ല. I shouldn't smile. That's very bad. They're very I bad. know. Oh my God. Why? I am laughing. How can he touch? Like I was going to put the scanner and he came and ഈ പൂക്കൾ ഇവിടെ എന്താണ് ഉണ്ട് പറഞ്ഞിട്ട് പിരിച്ച്. ഈ ഡ്രസ്സാണ് ഇട്ടത്? No. വേറെ പൂക്കളല്ല. Oh my God. What is wrong with people? Why are people grabbing people? എന്താണത്? പോലീസ് സ്റ്റേഷനിൽ പോയില്ല? No, I didn't, because that wife and daughter is like... നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ഈ സിമ്പത്തിയിൽ വീഴും. So they are like crying and he ran away, going home and locking the door. I said, what are you doing? ഞാൻ അടിച്ചെന്നെ ശരിയാക്കാം. I said, ഞാൻ കാണിക്കാം, ഇപ്പൊ തന്നെ കാണിക്കാം. ഞാൻ അപ്പൊ 3 മാസം അകത്തേക്ക് കേടുവല്ലേ, അപ്പൊ എനിക്ക് മനസ്സിലാവും. And literally, how come? I don't know. For 5 minutes I was like shocked and sweating. ജാൻമണിനെ കയറി പിടിക്കാൻ ധൈര്യമുള്ളവനാട്ടോ.
Oh my God. ഇതിൽ എഡ്യൂക്കേഷന്റെ പ്രശ്നമല്ല, ഇത് റേസ്ഡ്. ഇതെന്താണ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സംഭവം? It's Kalavan. കിളവനായാലും കൊച്ചു കൊച്ചായാലും ഏജ് ഇസ് നോട്ട് എ പാരാമീറ്റർ. But anything he has to feel also, no. After 60 years, what he'll feel? സ്റ്റെഫി ജാനിനെ കയറി പിടിച്ചു ഒരാള്, ഇന്നലെ ചിരിക്കുന്നേ ഒരു കിളവൻ. ഒരു Kalavan. ചേച്ചി എന്താ പിടിക്കാ? പിന്നെ എന്റെ കൈ ജറ്റിൽ വച്ചിട്ട് വാസിയാ അഡിക്ഷൻ. പിന്നെ ഭാര്യയൊക്കെ ചോദിച്ച് എന്താണ് ചേച്ചി തന്നിട്ടില്ലേ? ആന്റി തന്നിട്ടില്ല ഞാൻ ചോദിച്ചു. This is not a laughing matter. Stop This is touching bad. people. Stop touching people that are not your people. ഇതാണ് ജാൻമണി ഷെയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ക്ലിപ്പ്. രഞ്ജിനിയുടെ ഒരു വ്ളോഗിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പിൽ ജാൻമണി പറയുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തി, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, പുള്ളിക്ക് ഗ്രാൻഡ് ഡോക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു മുത്തശ്ശനോ ഒരു അമ്മച്ചനോ ഒരു അച്ചച്ചൻ പറയുന്ന ആൾ ജാൻമണിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഭാഗത്ത് കയറി ടച്ച് ചെയ്തു എന്നുള്ളതാണ്. ജാൻമണി അപ്പം തന്നെ പുള്ളിക്കാരൻ്റെ വൈഫിനെയും ഗ്രാൻഡ് ഡോക്ടറെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നും അതിനുശേഷം പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെട്ടു എന്നും എന്ന രീതിയിലാണ് പറയുന്നത്. ഇതാണ് സംഭവം ഇൻ ലിറ്ററലി. അപ്പം ഇവിടെ എനിക്ക് ആദ്യം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് തമാശയാക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഈ വീഡിയോൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം, ഇവരെന്തോ ഒരു തമാശ പറയുന്നത് പോലെ ഇങ്ങനെ ചിരിച്ച് എൻജോയ് ചെയ്ത് പറയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ രഞ്ജിനി ഹരിദാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത്, പുട്ടിന് തേങ്ങ പോലെ. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ആ കാര്യത്തെ സമൂഹത്തിലോട്ട് പറയുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഇടയിൽ അപ്പോഴാണ് അവർക്ക് വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ചിട്ടൊരു ബോധ്യമുണ്ടാവുക, മനസ്സിലാവുക എന്താണ് സീരിയസ്. ഈ പെർട്ടിക്കുലർ കേസ് നേരിടുന്ന സമയം ഇതിന് അഗെയിൻസ്റ്റ് ലീഗലി പോയി അതിന് വേണ്ട ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതെങ്കിൽ വീഡിയോ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷനാണ്. ഈ വീഡിയോ ചെയ്ത ആൾക്കാരെയൊക്കെ പൊതുവേ അറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്. നമ്മളെയാണ് ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് തിന്നുന്ന അരി എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടിയാണ്. പകരം അതൊരു തമാശവൽക്കരിച്ച് ഒരു ചെറിയ കാര്യമാക്കി വിടേണ്ട ഒരു സാധനമല്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 60 വയസ്സിലും ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉള്ള സമയത്തും ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയാൻ പറ്റില്ല, ലൈംഗിക മീൻസ് സെക്ഷുവൽ ഡിസോർഡർ ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് അന്യൻ്റെ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ രീതിയിൽ ടച്ച് ചെയ്യാൻ ഒരു മനുഷ്യനും തോന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവൻ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ ജനറൽ പബ്ലിക് എന്താ ചെയ്യാൻ പറ്റും? എല്ലാ പെൺകുട്ടികളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ പെൺകുട്ടികളും ഒരു തിരക്കുള്ള സ്ഥലത്തോ അല്ല ഒരു ഉത്സവ പറമ്പിലോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മനഃപൂർവ്വം തട്ടാൻ വേണ്ടിയിട്ടും ഇടിക്കാൻ വേണ്ടിയും വരുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ബസ്സിലാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഓഫ് ആൾക്കാർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെടുത്ത് ഒരാൾ മോശമായി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് മോശമായി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാമെന്ന് റിയാക്ട് ചെയ്തു. കാരണം അത് മാത്രമേ ഇതിനൊരു കൺക്ലൂഷൻ ഉള്ളൂ. അവനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കോടതി പോയി സംസാരിച്ചാലും എന്ത് തീരുമാനമാവുന്ന നിങ്ങൾക്ക് തോന്നുന്നത്? അവിടുന്ന് ഇവിടുന്ന് ഡിസ്കഷൻ വരും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒത്തുതീർപ്പാക്കും. ചിലപ്പോൾ അവനൊരു 10 ദിവസം കൊണ്ടുപോയി ഇടാം. ആ 10 ദിവസമാണെങ്കിൽ അവൻ പണിയെടുത്തിട്ട് 650x10 അവൻ ജയിലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാനുള്ളൊരു അവസരം വരെ കോടതി ഉണ്ടാക്കി കൊടുക്കും. അല്ലാണ്ട് എന്താ ഉണ്ടാവും പോലെ? ദ ബേസിക് തിങ് ഈസ് ടു റിയാക്ട് ചെയ്യുക. അടിക്കുകയാണെങ്കിൽ അടിക്കുക, ചവിട്ടണമെങ്കിൽ ചവിട്ടുക, കുത്തണമെങ്കിൽ കുത്തുക, കൂടെയുള്ള ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ പറയുക, 4 പൊട്ടിക്കുക. അതാണ് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അത് ചെയ്യുക എന്നുള്ളത് എല്ലാ പെൺകുട്ടികൾക്കും ഇനി അങ്ങോട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഇനി അങ്ങോട്ട് അത് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും 4 കരാട്ടയോ കുൻഫുവോ കയ്യിലൊരു പെപ്പർ സ്പ്രേയോ, ഇനി പറ്റുകയാണെങ്കിൽ കുത്തിയാൽ വേദനിക്കും എന്നാൽ അയാളുടെ ആരോഗ്യം മീൻസ് പോവാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആയുധം കയ്യിൽ വെക്കുന്നതൊന്നും ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല. സെക്കൻഡ് തിങ്, എക്സ്പോസ്. സത്യമുണ്ടെങ്കിൽ എക്സ്പോസ്. ഷിംജിതേനെ പോലെ വെറുതെ ദീപക്കിനെ കൊണ്ടുപോയി എക്സ്പോസ് ചെയ്യുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജെനുവിനായിട്ട് അയാൾ ഇങ്ങനത്തെ ഒരു പെരുമാറ്റമുള്ള ആളാണ്. പുള്ളിനെ എക്സ്പോസ് ചെയ്യാം. എവിടെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ എക്സ്പോസ് ചെയ്യാം. മീഡിയ കൂടെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാം, പുള്ളിയുടെ ഫാമിലിയിൽ എക്സ്പോസ് ചെയ്യാം. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു കേസിൽ ഇതാണ്.
പുള്ളിക്കാരനെ ഭാര്യനെയും മക്കളെയും വിളിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം എത്രയൊക്കെ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർ ഫാമിലീൻ്റെ ഉള്ളിലും ഈ ബിഹേവിയറാണ്, അല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാർ. എന്നിട്ട് ലീഗലി പോയിട്ട് അയാൾക്ക് കേസ് കൊടുത്തില്ലെങ്കിലും അയാളുടെ ഈ രോഗം മാറാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കുറച്ചും കൂടെ ഡീപ്പായി പറയണ, രോഗത്തിന് കാരണമായിട്ടുള്ള സാധനം ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. കാരണം ഈ ലോകത്ത് ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഇറങ്ങി നടക്കണ്ടേ. ഇത്രയും കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് എന്ന് കരുതി അല്ലാണ്ട് എന്തുവായി ഇതിനെയൊക്കെ പറയണ്ടേ. എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഈ വീഡിയോൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നെഗറ്റീവ് കമൻറ്റ് വരാനുള്ള ഒരു മെയിൻ റീസൺ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഇത്രത്തോളം ഫണ്ണിയായി ഇവർ സംസാരിച്ചതുകൊണ്ടായിരിക്കും. ഇവൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചറിയാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ വരും ജാൻമണിക്ക് നേരെ ഇന്നത്, അതുപോലും വരാത്തത് ഇവർക്ക് തന്നെ തമാശയാണ്, പിന്നെ നമ്മൾ എന്തിനാ പറയുന്നതെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ്, ഇവളെ കണ്ടാലും പീഡിപ്പിക്കാൻ തോന്നുമോ, അയ്യേ ഇത്ര ദാരിദ്ര്യമോ, ഇങ്ങനൊരു കമൻറ്റാണ് ഈ വീഡിയോൻ്റെ താഴെ വന്നത്. ഇങ്ങനൊരു അബ്യൂസ് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു കമൻറ്റ് ഇടാൻ തോന്നുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ്, അത് അവരുദ്ദേശിച്ചത് ഏത് പെർസ്പെക്റ്റീവ് ആണെന്ന് അറിയാമല്ലോ. ജാൻമണീനെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ പെരുമാറ്റമുള്ള കാറ്റഗറി ഓഫ് വ്യക്തികൾക്ക് അമ്മ, പെങ്ങൾ, മക്കൾ എന്ന് പറയുന്ന ഇമോഷൻ ഇല്ല. അവർക്ക് ആരും എന്തും അവർ ഓക്കെയാണ്. ഒരു കോല് സാരി ചുറ്റിയിട്ടുള്ളൊരു രൂപം കണ്ടാൽ വരെ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, ഹൈപ്പാണ്. കാരണം ഇവരൊക്കെ അത്രത്തോളം ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ വേഗം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറുന്നില്ലെങ്കിൽ അതങ്ങ് കളയുക. എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. കാരണം ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് കരുതി മനുഷ്യന്മാർക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ അതിലോട്ട് പോകുന്നതിന് ഒരു കാര്യം, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നേരിട്ട് സ്ത്രീകൾ കടന്നു പോകുന്ന ഇങ്ങനത്തെ ചില ദാരിദ്ര്യാവസ്ഥകളാണ്. ഇനി ഇതേ ദാരിദ്ര്യാവസ്ഥകൾ കുറച്ചും കൂടെ മോഡേണൈസ്ഡ് ഫോമിൽ വരുന്നതാണ് ഓൺലൈൻ മീഡിയയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിൻ എന്ന് പറയുന്നത്, അസ്ലാം മേരി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസുകളാണ്. അത് നമുക്ക് ആൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കണം. അവരുടെ പാർട്ട്ണർ ലോയലായിരിക്കണം, അവിടെ പാർട്ട്ണർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പറയണം, അങ്ങോട്ട് ചാടിയാൽ പറയണം, ഇങ്ങോട്ട് മറിഞ്ഞാൽ പറയണം, അങ്ങനെ മൊത്തത്തിൽ ലോയലായിരിക്കണം. എന്നാൽ ഇവരുടെ ഓൺ ബിഹേവിയർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഓൺ ബിഹേവിയർ എന്ന് വെച്ചാൽ രാത്രി മഴയാണെങ്കിൽ രാവിലെ വെയില്, അങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും. രാവിലെ നീ ആരാ, നിനക്ക് എന്ത് വേണം, നീ എനിക്ക് എന്തിനു മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ച ആള് രാത്രിയായേ പറയും എനിക്ക് ഫീലിങ്സ് കാരണം ഉറക്കം വരുന്നില്ല, എനിക്ക് നിന്നോട് ഭയങ്കര ഫീലിങ്സ് ആണ് എന്ന് പറയും. അങ്ങനെ ഇവരുടെ ബിഹേവിയർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മൈൻഡ് ഗെയിംസ് ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, അതിന്റെ സീസൺ അവസാനിക്കുന്നില്ല. സീസൺ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സംഭവം. സോ ലൈഫ് ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മിക്സ്ഡ് സിഗ്നൽസ് തരും. ഞാൻ ആ വീഡിയോൻ്റെ ഒരു കുട്ടി പീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടി പീസ് കണ്ടാൽ നിങ്ങൾക്കറിയാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഫേക്ക് ലവ്, അല്ലെ ഫേക്ക് ലവിൻ്റെ പേരിലുണ്ടാകുന്ന സൂയിസൈഡ്, ഫേക്ക് ലവിൻ്റെ പേരിലുണ്ടാകുന്ന സെക്ഷൽ അബ്യൂസ്. അപ്പം ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അസ്ല അപ്ലോഡ് ചെയ്തത്. ഇതിൽ കൂടെ അസ്ല കൺവേ ചെയ്യുന്നത് ആരോടൊക്കെ എസ് പറയാം, ആരോടൊക്കെ നോ പറയണം, ആരാണ് ഫേക്ക് ലവ്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. അപ്പം ഈ വീഡിയോൻ്റെ താഴെയാണ് കുറേ കമൻസ് വന്നത്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം അതിൽ പ്രത്യേകിച്ച് ഈ കണ്ണിൽ മഞ്ഞപ്പിത്തമില്ലാത്ത വ്യക്തികൾക്ക് അതിലൊരു വൃത്തികേടും തോന്നില്ല. ഇൻസ്റ്റഡ് അവളുടെ ബാക്കി അപ്പിയറൻസിനേക്കാൾ കൂടുതൽ ആൾ പറയുന്ന വേർഡ്സ് ആണ് എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കുക. എന്നാൽ അത് കണ്ടപാട് പല കമൻറ്റുകളും വന്നു. ആ കമൻറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാം. അസ്ല റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു ബേബി ഉണ്ട്. ഈ ബേബി കറൻ്റ്ലി ഫീഡിങ് ആണ്. ഇനി ആ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ കമൻസിലോട്ട് പോവാം. കമൻസുകൾ എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല കേട്ടോ, കുറച്ച് കമൻസുകളെ ഞാൻ വായിക്കുന്നുള്ളൂ. കാരണം ചില കമൻസൊക്കെ വായിക്കാൻ എനിക്ക് തന്നെ പേഴ്സണലി തോന്നുന്നില്ല ഗൈസ്. ആദ്യത്തത്, ഇന്ന് കറവക്കാരൻ വന്നില്ലേ. രണ്ടാമത്തത്, അകിട് വീർത്ത് പശു എന്തിനാ കരയുന്നേ, വൃത്തികേട്. ഇത് ഞാൻ വായിക്കുന്നില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. ഇനി അടുത്തൊരു കമൻറ്റ്, ഒന്ന് പെറ്റപ്പോഴേക്കും പടുകിളവി. പാണ്ടിപ്പട സിനിമയിലെ സലീം കുമാർ മയിലിൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന പോലെയുണ്ട്.
ഇങ്ങനത്തെ കുറേ കമൻസ് ആണ്. മേ ബി ഇതിൽ കുറേ ജെന്യുവൻ അക്കൗണ്ട്സും ഉണ്ടാവും, ചിലപ്പം കുറേ ഫേക്ക് അക്കൗണ്ട്സും ഉണ്ടാവും. ഇവിടെ അവർ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഈ കമൻസിൽ കൂടെ ആ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആളിപ്പം ഫീഡിങ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോഡി ചേഞ്ചസ് കാണുക സ്ത്രീകളിലാണ്. സ്ത്രീകൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫേസ് അല്ല അഡോളസെൻ്റ് ആകുമ്പം. അഡോളസെൻ്റ് ഉണ്ടാകുന്ന ഒരു ഫേസ് അല്ല കല്യാണം കഴിയുമ്പോൾ. കല്യാണം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫേസ് അല്ല പ്രഗ്നൻ്റ് ആകുമ്പോൾ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബോഡിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ജിമ്മിൽ പോയി നല്ല രീതിയിൽ ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബോഡി വീണ്ടും ആ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ടൈം വേണം. ഇപ്പം ബേബീനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ബേബിയുടെ ബോഡിയിലോട്ട് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടുന്നത് അമ്മയുടെ ബോഡിയിൽ നിന്നാണ്. ആ ടൈമിൽ അമ്മ കയറി ഡയറ്റിന് പോയിട്ട് അമ്മ വേണ്ട വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ബേബിക്കാണ് അവിടെ പ്രശ്നം ഉണ്ടാവുക. ഓൾറെഡി പ്രഗ്നൻറ്റ് ടൈമിലേ തടിച്ചു വരും കുട്ടിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് പ്രഗ്നൻസി കഴിയുമ്പോൾ ബോഡിയിൽ നല്ല ഹോർമോണൽ ചേഞ്ചസ് വരും. അതിൻ്റെ കൂട്ടത്തിൽ ബേബിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ആൾക്ക് വേണ്ട ഫുഡും ബേബിയുടെ ഫുഡും ഇൻടേക്ക് ചെയ്യുമ്പം ഏത് ബോഡിയിലും ചേഞ്ചസ് വരും. ആ ചേഞ്ചസിനെ സന്തോഷത്തോടു കൂടി കണ്ട് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് ചേർത്ത് നിർത്താൻ ഇന്നത്തെ സമൂഹത്തിന് പറ്റണം. അങ്ങനെ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണാ? കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഓരോ പെൺകുട്ടികളും ജനിക്കുന്ന ടൈം അവരുടെ ഒരു കല്യാണ ഫേസിന് മുമ്പ് വരെ അവരെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ, ഈവൻ സ്കിൻ കെയർ, ബോഡി കെയർ, എല്ലാ കെയറും. ഇതിൽ നിന്ന് വേറൊരു ചേഞ്ച് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം വരാനും ഡിപ്രഷൻ വരാനും ഡൗൺ ആവാനും ചാൻസ് ഉള്ളത് ഈ ലേഡീസാണ്. അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ചുറ്റുമുള്ള ആൾക്കാരാണ്. അവരിൽ നിന്ന് ഇങ്ങനത്തെ കമൻസ് ആൻഡ് ഈ തരത്തിലുള്ള കമൻസ് ഇടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കമൻ്റ് ഇട്ട കാറ്റഗറി ഓഫ് നിങ്ങളുടെ അമ്മേനെ കുറിച്ച് ആലോചിച്ചോ, ചിന്തിച്ചോ? നിങ്ങൾക്കും ഒരു അമ്മയില്ലേ? ഈ അമ്മയുടെ അകിടിൽ നിന്ന് കുടിച്ചിട്ടല്ലേ നിങ്ങൾ വന്നേ? ഇനി നിങ്ങൾക്കൊരു പെങ്ങളുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവളുടെ ഇതൊക്കെ തന്നെയാണ്. ഒരു ഭാര്യയുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഇന്ന് ഈ ലോകത്ത് വന്നെങ്കിൽ അവളും ഇതൊക്കെ കുടിച്ചിട്ടാണ് വന്നേ, ഈ ഒരു സ്റ്റേജ് കൂടിയാണ് വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വൃത്തികെട്ടവന്മാരവന്മാരൊക്കെ, എന്ത് നാണവും മാനും ഉളുപ്പില്ലാത്ത ടീമുകളവന്മാരൊക്കെ. അവന്മാർക്കൊന്നും ഇതാണ് നമ്മൾ ഈ പറയുന്നത് അമ്മേനെയും പെങ്ങളെയും കണ്ടാൽ മനസ്സിലാവാത്ത ആൾ എന്നുള്ളത്. ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പൊതുവേ ഇരുന്ന് പോകുന്ന ആളാണ്. എനിക്ക് ബസ്സിൽ നിന്ന് പോകാൻ തീരെ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ ലേറ്റ് ആയാലും ഞാൻ കാത്തുക്കും, സീറ്റ് കിട്ടുന്ന ഒരു ബസ് വരട്ടെ, സീറ്റിലിരുന്ന് പോവാം. കാരണം വർക്കൊക്കെ കഴിഞ്ഞ് ടയേർഡായി വരുന്ന സമയത്ത് ഇങ്ങനെ ലോങ് റൺ എനിക്ക് നിൽക്കാനാവില്ല. അപ്പം അങ്ങനെ ഇരുന്ന് പോകുന്ന സമയത്തായിരിക്കും ചില ആൾക്കാരൊക്കെ ബസ്സിൻ്റെ അവസാനം വരെ കാത്തുക്കും. എന്നിട്ട് കുത്തി തിരികിയ ബസ്സിൽ കുത്തി ഇടുക്കി കയറി വന്നിട്ട് മോളെ ഒന്ന് എണീച്ച് തരുമോ ചോദിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബേബീനടുത്ത് വരുന്ന ആൾക്കാരാണ്, പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ ഇവർ പറയാണ്ട് തന്നെ നമ്മൾ എണീച്ച് കൊടുക്കും. ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ തലവേദന കൊണ്ട് കയറും. ഞാൻ എണീച്ച് കൊടുക്കെങ്കിലും ഞാൻ പറയും, ചേച്ചി നമ്മളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ കയറുന്നത്, നമുക്ക് പല ഹെൽത്ത് കൺസേൺ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ കാത്തിരുന്ന് ബസ്സിൽ കയറുന്നത്. ഇത്രയും തിരക്കുള്ള ബസ്സിൽ ഈ തലവേദന വെച്ച് കയറണമായിരുന്നു എന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ ഈ ഒരു ചോദ്യം ഒരു പ്രഗ്നൻറ്റ് ലേഡീൻ്റെ അടുത്തോ ഒരു കുട്ടീനെ എടുത്ത അമ്മേൻ്റെ അടുത്തോ ഒരു ഏജായ ആളുടെ അടുത്തോ നമുക്ക് ഒരിക്കലും വരില്ല. കാരണം ആ അമ്മത്വം മനസ്സിലാക്കാനുള്ളൊരു ഇമോഷനുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ എണ്ണങ്ങളാണല്ലോ ഉള്ളേ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഈ വിഷയത്തെ ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചതെങ്കിൽ ഇതിലും അടിപൊളിയായിട്ടാണ് അസ്ല സംസാരിച്ചത്. അതൊന്ന് കാണാം. എൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ കമൻസ് മൊത്തം അകിട് വീർത്ത പശു, ജേഴ്സി പശു, ഫുൾ ഓഫ് മിൽക്ക് നിറഞ്ഞിരിക്കുന്നു, ബ്രസ്റ്റിൻ്റെ സൈസ്, ഇതൊക്കെയാണ്. ഇത് കണ്ടപ്പോഴാണ് ഞാനൊരു പ്രധാന വിഷയം, ഇത്രയും സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്ന ഞാനൊരു പ്രധാന വിഷയം സംസാരിച്ചില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. പീനസ് സൈസ്, പുരുഷ ലിംഗത്തിൻ്റെ സൈസ്. ചില ആളുകളിൽ അല്ലെങ്കിൽ ചില പുരുഷന്മാരിൽ ഈ പീനസ് സൈസ് സ്മോൾ ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഇത് ഇവരുടെ സെക്ഷൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഒരു തരത്തിലും അവരുടെ ഇൻറ്റിമസിനെയോ പാർട്ട്ണറിനായിട്ടോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ചില ആണുങ്ങളിൽ ഇതൊരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യും. അതൊരു പിയർ പ്രഷർ കാരണം, ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ജോക്സ് കാരണമായിരിക്കാം, സൊസൈറ്റി പ്രഷർ കാരണമായിരിക്കും, ഈ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ കാണിക്കുന്ന അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒക്കെ കാരണമായിരിക്കാം ഇവർക്ക് തോന്നും, ഓ ഇവർക്ക് ആ ഒരു മസ്കുലിനിറ്റി, പുരുഷത്വം ഇവർക്ക് ഇല്ല, കുറവാണ്, ഇത് കുറവാണെന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര സൈക്കോളജിക്കലി അതൊരു പ്രശ്നം ഉണ്ടാക്കി മാറ്റും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ ചിലവരിൽ ഇതുപോലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുകയും
ഇതേപോലെ അവർക്കപ്പോൾ ആ ഒരു എന്താ അവർ വലിയൊരു ആളാണ്, വലിയൊരു പുരുഷനാണ്, ഞാനൊരു എല്ലാം തികഞ്ഞൊരു മനുഷ്യനാണെന്ന് കാണിക്കാൻ ചിലപ്പോൾ ഇതുപോലെ സൈക്കോളജിക്കലി ഇവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഇതുപോലെ ഓരോ സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിൽ പോയി ഇങ്ങനത്തെ അവരുടെ സെക്ഷലൈസ് ചെയ്യും, ആ സ്ത്രീകളുടെ ശരീരത്തിനെ വർണ്ണിക്കുകയും സെക്ഷലൈസ് ചെയ്യും, അങ്ങനെ പറയുന്നതൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കും ഇവരെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ സംഭവിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് അവർക്ക് പാവങ്ങൾക്ക് അവർക്ക് വരുന്നൊരു മാനസിക ബുദ്ധിമുട്ടാണ്. എന്നാൽ ചിലവർക്ക് ഇതിനുള്ള വിവരവും കാര്യങ്ങളുണ്ടും, ഇതൊരു പീനസ് സൈസ് ഇതൊരിക്കലും അവരുടെ ഒന്നിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ. ഇപ്പോൾ നമ്മൾ സ്ത്രീകളിൽ തന്നെ ബ്രസ്റ്റ് സൈസ് ചിലവർക്ക് ചെറുതായിരിക്കും, ചിലവർക്ക് വലുതായിരിക്കും. ഇതൊന്നും ഒരു തരത്തിലും ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ ചിലവർക്ക് ഇതുപോലെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, അവർക്ക് അവരുടെ കോൺഫിഡൻസിനെ തന്നെ ഇല്ലാതാക്കിയാലും ഒരു കാരണമായേക്കാം, പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും. സോ നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് ഒരു വിഷമിക്കുകയും വേണ്ട. നിങ്ങൾക്ക് അത്രക്കും വിഷമോ അല്ലെങ്കിൽ നിങ്ങൾ അത്രക്കും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നിങ്ങളൊരു നല്ല യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വല്ല പെയിൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ പാർട്ട്ണറിന് ആ ഒരു പ്ലഷർ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങളൊരു നല്ല യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി കേട്ടോ. ഇതെല്ലാം ശരിയാവുന്നതാണ്, ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല. സൈസ് ഒരിക്കലും ഒന്നിലും മാറ്റർ ചെയ്യുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും മാറ്റർ ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ ക്യാരക്ടറായിട്ട് നിങ്ങൾ എന്തൊക്കെ ന്യൂട്രിയൻസ് ഉണ്ടോ അതൊക്കെ കുഞ്ഞിന് വേണ്ടി കൊടുക്കുന്ന അമ്മ രക്തത്തിൽ തന്നെ പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നീയൊക്കെ ഇത് കുടിച്ചാണ് വളർന്നത്. നിന്റെയൊക്കെ സംസാരം കേട്ട നീനൊക്കെ എന്തോ സെറ്റ് ടാങ്കിൽ പ്രസവിച്ചിട്ട പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഇതിലും വൃത്തികേട് ഇതിലും മോശമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാനിട്ടല്ല. പക്ഷേ ഞാനത് ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മക്കും അച്ഛനക്കും വരെ വിളിക്കാൻ അറിയാനിട്ടും അല്ല. പക്ഷെ ഞാൻ അങ്ങനെ വിളിച്ചതിന്റെ എന്ത് കാര്യം? ഈ വിഷയത്തെ രണ്ട് പെർസ്പെക്റ്റീവിലാണ് ആൾ മെയിനായിട്ട് സംസാരിച്ചത്. ഈ ലാസ്റ്റ് പെർസ്പെക്റ്റീവ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആൻഡ് ദ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് കിടും, കാരണം ഇതിലും വലിയൊരു മറുപടി കൊടുക്കാനില്ല. പാർട്സിൻ്റെ മിസ്റ്റേക്ക് കാരണം തോന്നുന്ന ഫ്രസ്ട്രേഷനാണ് എന്ന രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എടാ അങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഈഗോനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇങ്ങനത്തെ തരത്തിലുള്ള കമൻറ്റ് ഇടുമ്പോൾ അത് ആരുടെ ഈഗോനെയാണ് ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നോട്ട് അബൌട്ട് ഈഗോ, അവിടെ ഒരു ഇമോഷൻ ഉണ്ട്. ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു ഇമോഷനെയാണ് അകിട് വീർത്ത പശുവായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എനിക്ക് ഈ വീഡിയോ സംസാരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ ഗേൾസിന് ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഗേൾസിന് വൈ ദിസ് പ്രിവിലേജ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എടാ ഈ പ്രിവിലേജ് ഒന്നും കിട്ടിയിട്ട് ഒരു മാങ്ങാണ്ടി ഇവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു സാധനമാണ്. സോ നമുക്ക് നേരിട്ടായിരുന്നു കുറേ കാലം ഇങ്ങനത്തെ പ്രശ്നം. ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് സൈബർ മീഡിയയിൽ കൂടിയാണ്, നമ്മുടെ വീഡിയോസ് കൂടിയാണ്. ഇനി അതിൽ നിന്ന് ഇപ്പോൾ ജെമിനിയൊക്കെ വന്നിട്ട് ഉള്ളതും ഇല്ലാത്തതും ഉണ്ടതും അതും ഇതും പോലെയുള്ള പല സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എല്ലാ ലേഡീസും ബി ബ്രേവ് എനഫ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഷുവർ ആണെങ്കിൽ സ്ട്രോങ് ആയി ബോൾഡായി നിൽക്കുക. നമ്മൾ സ്ട്രോങ്, ഈ ലീഗൽ സിസ്റ്റം വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നും കരുതണ്ട. അതൊന്നും അയ്യോ വിട്ട് തമിഴ്നാട്ടിലെങ്ങാനും പോയി ജീവിച്ച് നോക്കുക. ഇനി വിജയ് വന്നതോടുകൂടി എൻ്റെ മാറ്റം ഉണ്ടാവുമെന്ന്. അല്ലാണ്ട് വലിയ മാറ്റമൊന്നും ഞാനിപ്പോൾ കറണ്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ആവുക, നമ്മൾ ബോൾഡ് ആവുക. കാരണം നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള റിയലൈസേഷൻ എന്നും ഉണ്ടാവണം. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ തരത്തിലുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്ത് നമ്മളെ സെക്യൂർ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക. പിന്നെ റൂട്ട് കടന്നിട്ട് ഏതെങ്കിലും ചാവാളി പട്ടികൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫക്റ്റ് ചെയ്യുമല്ലോ. ആ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി പലതിനും. സോ അത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചില്ലൻ ഇറ്റ്സ് ബൈ. ഇനിയും 2 വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് വിത്ത് ദ സെയിം ഡ്രസ്. പ്ലീസ് അഡ്ജസ്റ്റ്, മാറ്റാൻ വയ്യ കാരണം വർക്കിന് പോകാനായി. ബൈ ഗൈസ്.